ഇതില് നമ്മളുടെ ചാനൽ ഒരു ജിയോ പൊളിറ്റിക്സ് അതേപോലെ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടെർമിനോളജി നമ്മൾ എപ്പോഴും അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഈ ടെർമിനോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം GDP നമ്മൾ പറയാറുണ്ട്, ചിലപ്പം ഞാൻ പല തവണ ബ്ലാക്ക് റോക്ക് സംഘടന എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പല ടെർമിനോളജീസിനെ കുറിച്ചുള്ള ചില ബ്രീഫ് ചില വീഡിയോകളിൽ ചെയ്തിടേണ്ടത് വളരെ അനിവാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ച് നമ്മളുടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇപ്പം ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ ഒരു സംഘടനയെക്കുറിച്ചാണ്. അതായത് ഒരു ഷാഡോ ക്യാബിനറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് US പോലത്തെ ഇതേപോലത്തെ ഒരു ഫെഡറൽ ഗവൺമെന്റ്, US-ന്റെ വൈറ്റ് ഹൗസിലിരുന്ന് ഭരണം നടത്തുന്ന ഫെഡറൽ ഗവൺമെന്റിന് ബദലായിട്ട് ഒരു ഷാഡോ ഗവൺമെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഷാഡോ ക്യാബിനറ്റ്. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഒരു ബ്ലാക്ക് റോക്ക്. ഇതുപോലെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്പർ 1 ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റോക്ക് ആണ്. ഈ ബ്ലാക്ക് റോക്ക് ഏത് പ്രസിഡന്റ് വന്നാലും പുറകിൽ നിന്ന് ചരട് വലിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തിയുള്ള ഒരു കോർപ്പറേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു ഷാഡോ ക്യാബിനറ്റ് ആണ് ഈ ഒരു ബ്ലാക്ക് റോക്ക്. ഇത് പ്രത്യക്ഷത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആരാണ് തുടങ്ങിയത് നമുക്ക് അത് നോക്കാം. ലോറൻസ് ഡഗ്ലസ് ഫിങ്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു കമ്പനിയുടെ സ്ഥാപകൻ അഥവാ CEO എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇയാൾ 1952 ജനിക്കുന്നത്. അപ്പൊ ഈ ലോറൻസ് ഡഗ്ലസ് ഫിങ്ക് ലോറി ഫിങ്ക് എന്നാണ് വിളിക്കുന്നത് ഷോർട്ടായിട്ട്, ലോറി ഫിങ്ക്. അപ്പൊ ഈ ഒരു ഫിങ്ക് എന്ന് പറഞ്ഞ വ്യക്തി, ഈ ലാരി ഫിങ്കിന്റെ ഫാദറിന് ഒരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു, അമ്മ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം ഇതാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഈ ലാരി ഫിങ്ക് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ പുള്ളിയുടെ എഡ്യൂക്കേഷൻ കാലഘട്ടം കഴിയുമ്പോൾ തന്നെ പുള്ളി സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റും അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. 1976 ഫസ്റ്റ് ബോസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഈ ഒരു സ്റ്റോക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ജോലി കിട്ടുന്നത് 1976. അങ്ങനെ ആ കമ്പനിയിൽ ജോലി തുടർന്നുകൊണ്ടിരിക്കെ തന്നെ പുള്ളിയുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് ആ കമ്പനിക്ക് ഏതാണ്ട് 1 ബില്യൺ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക്. അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ഒരുപാട് ചുമതലകൾ ഈ ലാരി ഫിങ്കിനെ ഏൽപ്പിക്കുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് ബോസ്റ്റൺ എന്ന് പറഞ്ഞ കമ്പനി. അപ്പൊ അങ്ങനെ തുടർന്ന് തന്നെ 1 ബില്യൺ ലാഭമുണ്ടാക്കിയ അയാളുടെ തന്നെ അടുത്ത ഒരു ചെറിയൊരു തീരുമാനം മൂലം ഏതാണ്ട് 100 മില്യൺ ലോസ് രേഖപ്പെടുത്തുന്നു. ഈ 100 മില്യൺ ലോസ് വന്നപ്പോഴത്തേക്കും ആ കമ്പനിയിൽ കുറെ നെഗറ്റീവ്സും അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, സ്വാഭാവികം. കമ്പനിയിൽ ഇയാളെ കുറിച്ച് ചില നെഗറ്റീവ് ഇംപ്രഷൻസ് ഒക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പുള്ളി ആ കമ്പനിയിൽ നിന്ന് പിന്നെ മാറിയിട്ട് അങ്ങനെ ജോലി വിടുന്ന പുള്ളി സ്വന്തമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങാം. അതായത് ഈ ഒരു വീഴ്ചയിൽ നിന്നും, ഈ ഒരു 100 മില്യൺ നഷ്ടം വന്ന ആ ഒരു വീഴ്ചയിൽ നിന്നും പുള്ളി കുറെ പാഠങ്ങൾ പഠിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അതിനെ തുടർന്ന് ഏതാണ്ട് പുതിയൊരു കമ്പനി രൂപീകരിക്കാം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും, അപ്പൊ ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ വേണം. അപ്പൊ അങ്ങനെ കുറെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി ഇതേപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ബോസ്റ്റണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെയും അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ആ ബന്ധത്തിൽ തന്നെ പുള്ളി 1988 ഒരു കമ്പനി രൂപീകരിക്കുന്നുണ്ട്. അതാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കമ്പനി. 1988 ഈ ഒരു കമ്പനി രൂപീകരിക്കപ്പെടുന്നത് ബ്ലാക്ക് സ്റ്റോൺ. ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഈ ബ്ലാക്ക് റോക്കിന്റെ ഒരു ഫോർമേഷൻ കമ്പനി ആയിട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇവര് തുടരെ പല കാര്യങ്ങൾ ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുന്നുണ്ട്, കമ്പനി നല്ല ലാഭത്തിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഈ ഒരു ലാരി ഫിങ്കിന് അതിൽ കൃത്യമായിട്ട് തന്നെ അതിൽ വളരെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതേപോലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ ആ കമ്പനി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്ര വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിട്ട് അത് മാറിയിട്ടില്ല. 1994 ഈ കമ്പനി 2 പിരിയുന്നുണ്ട്. ആ 2 പിരിയുന്നതിൽ ഒന്നാണ് ബ്ലാക്ക് റോക്ക് എന്നും മറ്റത് ബ്ലാക്ക് സ്റ്റോൺ എന്നുമാണ്. അപ്പൊ ഈ ബ്ലാക്ക് റോക്കും ബ്ലാക്ക് സ്റ്റോണും 2 കമ്പനിയായിട്ട് 1994 ഈ കമ്പനി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ലാരി ഫിങ്ക് ബ്ലാക്ക് റോക്കിന്റെ ചെയർമാൻ പൊസിഷൻ കൈയടക്കുകയാണ് ചെയ്തത്. അപ്പൊ പുള്ളി 2 കമ്പനിയിലും പുള്ളിയുടെ ഒരു പാർട്ട്ണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഏതാണ്ട് 2008 കൂടി ആ ഒരു ക്രൈസിസിൽ 2008 ക്രൈസിസിൽ പല സ്ട്രോങ് ഹോൾഡ് ബാങ്കുകളും തകർന്നടിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അമേരിക്കയിൽ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബാങ്കുകൾ തകർന്ന് വീഴുമ്പോഴത്തേക്കും അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്നും കൃത്യമായ ഫണ്ടുകൾ ഇവർ വിനിയോഗിച്ച് പല ബാങ്കുകളുടെയും സ്റ്റോക്കുകൾ ഇവർ മേടിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഇൻക്ലൂഡിങ് ബാർക്ലേസ് എന്ന് പറഞ്ഞ നമ്പർ 1 ബാങ്ക് വരെ പർച്ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. 2009 ഈ ഒരു ബാർക്ലേസ് ബാങ്കിനെ ബ്ലാക്ക് റോക്ക് ഏറ്റെടുക്കുന്നത്. ഇമ്മാതിരിയുള്ള പല നിർണായകമായിട്ടുള്ള ഷെയറുകൾ, പല കമ്പനികളുടെയും ഓണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ഷെയറുകൾ ഈ കമ്പനി മേടിച്ചു കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ മേടിച്ചു കൂട്ടിയത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വലുതായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല.
പക്ഷേ ആ മേടിച്ചു കൂട്ടിയ ഷെയറുകളെല്ലാം കമ്പനി ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു വളർച്ച, അമേരിക്കയുടെ ഒരു വളർച്ച ഉണ്ടാകുന്ന സമയത്ത്, അമേരിക്കയ്ക്ക് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള ലാരി ഫിങ്കിന്റെ കൃത്യമായ ഒരു ഷൂട്ടാണത്. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ഒരു ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ സംഘടന നല്ല രീതിയിലുള്ള വിജയക്കുതിപ്പ് കൈവരിച്ച് 2008 മുതൽ ഇവർ ചെയ്തിട്ട ഓരോ ഇൻവെസ്റ്റ്മെന്റും ഇവർക്ക് ഇരട്ടിക്ക് ഇരട്ടി ലാഭം കൊയ്യുന്ന ഒരു ഏർപ്പാടായിട്ടാണ് മാറിയത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇത് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏത് സമയം നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യണം, ഏത് സമയം വിൽക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ മാർക്കറ്റ് ഇടിയുന്നതും മാർക്കറ്റ് കയറുന്നതുമായിട്ടുള്ള 2 സമയങ്ങളുണ്ട്. ഇത് നോക്കിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ആൾക്കാർ കൃത്യമായിട്ട് പ്ലേ ചെയ്യുന്നത്. 2008 ഏതാണ്ട് 8% ഇവര് പബ്ലിക് സെക്ടർ കമ്പനികൾ, അതായത് മറ്റുള്ള കമ്പനികൾ 500-ലേറെ കമ്പനികളിൽ അമേരിക്കയിൽ ഉള്ള പലതരം ഫുഡ് ഇൻഡസ്ട്രി, ഫാർമ ഇൻഡസ്ട്രി, ഇങ്ങനെ പലതരം ഇൻഡസ്ട്രിയൽ കമ്പനികളിലൊക്കെ ഇവർ 8% ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 10% ബാങ്കുകളിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് 2008 കണക്ക് പറയുന്നത്. 2020 അത് 30% വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ കൂടെ വായിക്കാം. മൈക്രോസോഫ്റ്റിൽ ഏതാണ്ട് 33.64%, ബെർക്ക്ഷയർ ഹെത്വേയിൽ 11.94%, ജനറൽ ഡൈനാമിക്സ് കോർപ്പറേഷൻ 8.58%, JP മോർഗൻ 6.56%, അമേരിക്കൻ എക്സ്പ്രസ് 5.69%, വിസ, നമ്മൾ പിന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന വിസ കമ്പനിയില്ലേ, വിസ പേയ്മെന്റ്, അതിൽ 4.50%, ജോൺസൺ ആൻഡ് ജോൺസൺ 3.65%, ആസ്ട്രാസെനക്ക 3.54%, മാർക്ക് ആൻഡ് കോ 3.41%, നോവാരിറ്റീസ് 2.95%. ഇതെല്ലാം പല കമ്പനി, IT മുതൽ ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് ഇൻഡസ്ട്രി, ഇതേപോലുള്ള പല മേഖലകളിൽ വിവിധ തരത്തിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഒരു കമ്പനികളിലെല്ലാം ബ്ലാക്ക് റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പറഞ്ഞ പെർസെന്റേജിൽ ബ്ലാക്ക് റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ ഈ കമ്പനികളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രം ഷാഡോ ക്യാബിനറ്റ് ആയിട്ട് തുടരാൻ കഴിയില്ല. പ്രത്യേകിച്ച് US ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു ഷാഡോ ഗവൺമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷാഡോ ക്യാബിനറ്റ് ആയിട്ട് അങ്ങനെ മാറാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കുറച്ചുകൂടെ നോക്കാം, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാം. അതായത് ഈ ഒരു കമ്പനി എങ്ങനെയാണ് നമ്മളുടെ കരങ്ങളിലേക്ക് നീളുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കൊക്കക്കോള കമ്പനിയിൽ ആദ്യത്തെ 3 ഇൻവെസ്റ്റ്മെന്റുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെർക്ക്ഷയർ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്പർ 1, അത് കഴിഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ആണ്, പിന്നെ വാൻഗാർഡ് എന്നാണ്. ഈ വാൻഗാർഡ് എന്ന് പറയുന്നതും ബ്ലാക്ക് റോക്കിന്റെ മെജോറിറ്റി ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് റോക്ക് കമ്പനിയിലെ ഒരു മേജർ ഷെയർ ഹോൾഡർ ആണ് വാൻഗാർഡ്. അപ്പൊ ഈ വാൻഗാർഡും ഈ ബ്ലാക്ക് റോക്കും ഏകദേശം ഒരേപോലെ പ്രവർത്തിക്കുന്ന സിമിലർ ഓണർഷിപ്പുകൾ ഉള്ള ഒരു കമ്പനിയാണ്. രണ്ടും ഒരേ കമ്പനികളാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള 2 കമ്പനികളാണ് ഈ ഒരു ബ്ലാക്ക് റോക്കും ഈ വാൻഗാർഡും. കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനിയിലെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ലിസ്റ്റിൽ 3 സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ കമ്പനികളാണ്. 1, 2, 3 ഇത് 3 തന്നെ സെയിം കമ്പനിയാണ്. ബെർക്ക്ഷയറിലും ബ്ലാക്ക് റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വാൻഗാർഡ് ബ്ലാക്ക് റോക്കിന്റെ കമ്പനി തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി ബ്ലാക്ക് റോക്ക്. അപ്പൊ ഇമ്മാതിരിയുള്ള മേജർ ഷെയർ ഹോൾഡേഴ്സ് ആണ് കൊക്കക്കോളയിൽ. ഇത് കൊക്കക്കോളയിൽ മാത്രമല്ല, ആപ്പിൾ എടുത്താലും ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് എടുത്തോളൂ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ റീറ്റെയിൽ ആൻഡ് ഇ-കോമേഴ്സ് മാർക്കറ്റിൽ പ്ലെയർ ആയിട്ടുള്ള ആമസോൺ എടുത്താലും നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഗൂഗിൾ സെർച്ച്, നിങ്ങൾ ഗൂഗിൾ എടുത്താലും ഇത് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഈ രീതിയിലാണ് ഈ കമ്പനി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ആഗോള തലത്തിലാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ബ്ലാക്ക് റോക്ക് ഏത് ലെവൽ വരെയാണ് കുറച്ചുകൂടെ ക്ലോസർ പ്രോക്സിമിറ്റിയിൽ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവർക്കൊരു ഷാഡോ ക്യാബിനറ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർ ചിലപ്പോൾ സാധിക്കും, അല്ലെങ്കിൽ ഒരു 50% ഇല്ല സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും എത്തുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അങ്ങ് പോവാം. 1 ട്രില്യൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 85 ലക്ഷം കോടി, 85 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പീസ് ആണ് $1 ട്രില്യൺ എന്ന് പറയുന്നത് കേട്ടോ, ഇന്നത്തെ ഡേറ്റ് പ്രകാരം. ഈ ജനുവരി 4 2025 വർഷത്തിൽ $1 ട്രില്യൺ എന്ന് പറയുന്നത് 85 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ ഇനി പല സ്ഥലത്തും ഈ ട്രില്യൺ മില്യൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഫിഗർ പറയുന്നത്. നിങ്ങൾ ഓർത്ത് വെച്ചോ ഈ ഒരു ഫിഗർ. ബ്ലാക്ക് റോക്കിന്റെ അവരുടെ അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 11.5 ട്രില്യൺ ആണ്. ഇത് അവരുടെ അസറ്റ് ആണ് കേട്ടോ. ഇത് കൂടാതെ അവർ ഏതാണ്ട് 4 ട്രില്യൺ മാർക്കറ്റിലിട്ട് ഡെയിലി കളിക്കുന്നുണ്ട്. അത് ഈ ഓഡിറ്റിംഗിൽ വരാത്ത എമൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 15 ട്രില്യൺ വർത്താണ് ഇന്നത്തെ അവരുടെ അസറ്റ് വാല്യൂ. ബ്ലാക്ക് റോക്ക് സംഘടനയുടെ അസറ്റ് വാല്യൂ ആണ് ഞാൻ പറയുന്നത്. 15 ട്രില്യൺ ആണ് അവരുടെ വർത്ത്. ഇന്ത്യയുടെ GDP അറിയാലോ. ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് തന്നെ അത് തന്നെ ഈ വിറ്റുവരവാണ് ഈ GDP എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 3.5 ട്രില്യൺ ആണ്. 3.5 ട്രില്യൺ എവിടെ കിടക്കുന്നു, 15 ട്രില്യൺ എവിടെ കിടക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ എത്ര വലിയൊരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഡിസ്പാരിറ്റി ഉള്ളത് എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റിനെ അതിനോട് കമ്പയർ ചെയ്ത് പറയുന്നതല്ല, പക്ഷെ ആ ഒരു പവർ, ആ മണിയുടെ പവർ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ബംഗ്ലാദേശിൽ അമേരിക്ക ബ്ലാക്ക് റോക്ക് സംഘടന കളിക്കുന്നുണ്ട്, അതേപോലെ പല മേഖലകളിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്.
ഇന്ത്യയുടെ ഉള്ളിൽ അമേരിക്കയുടെ സ്പൈ വർക്ക് നടക്കുന്നുണ്ട്, അവര് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മണിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കളിയല്ല. എനിവേ, ഇവരത് സത്യത്തിൽ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഉക്രൈൻ്റെ ഒരു കാര്യം പറയാം. ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ബ്ലാക്ക് റോക്ക് സംഘടനയുമായിട്ട് നല്ല ടൈപ്പ് ഉള്ള ആളാണ്. 3,66,00,000 ഏക്കർ 3,66,00,000 ഏക്കറാണ് ഉക്രൈന്റെ മൊത്ത കൃഷിഭൂമി. ഈ കൃഷിഭൂമിയിൽ പണ്ട് ഉക്രൈൻ്റെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഉക്രൈനിൽ ഉണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനോ കൃഷി നടത്താനോ അവിടെ ഒരു ബിസിനസ് നടത്താനോ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുറം രാജ്യത്തുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റും കടന്നുവരവൊക്കെ അവിടെ കുറവായിരുന്നു. ഉക്രൈൻ സാധാരണഗതിയിൽ കൃഷി ചെയ്യുന്നു, അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റി അയക്കുന്നു, അവർ ജീവിക്കുന്നു. ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് കൊടുത്തിരുന്നത് ഏതാണ്ട് 80 മില്യൺ ഒക്കെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ കടം കിട്ടിയിട്ടുള്ളത്. IMF നിന്നൊക്കെ കടം കൊടുത്തിട്ടുള്ളത് ബെയിലൗട്ടൊക്കെ ഇത്ര ഒരു എമൗണ്ട് ആണ്. പക്ഷേ ഉക്രൈന്റെ ഉള്ളിൽ ചില ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഉക്രൈൻ അപ്രോച്ച് ചെയ്തു ലോണിന് വേണ്ടിയിട്ട്. അങ്ങനെ ലോണിന് അപ്ലൈ ചെയ്ത സമയത്തേക്കാണ് ഈ ബാങ്കുകളുടെ ക്രൈസിസ് മൂലം പല ലോണുകളും നിരസിക്കപ്പെടുകയുണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബ്ലാക്ക് റോക്ക് സംഘടന അതിനകത്ത് കടന്നു വരുന്നത്. അങ്ങനെ ബ്ലാക്ക് റോക്ക് സംഘടനയുടെ അപ്രൂവൽ മൂലം ഏതാണ്ട് $11.5 ബില്യൺ ലോണ് ഉക്രൈൻ അനുവദിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ അനുവദിക്കുന്ന സമയത്ത് ഇതെങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ള IMFന്റെ ഒരു പ്രത്യേക ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവരുടെ ഇത് എങ്ങനെയാണ് ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില കണ്ടീഷൻസും ചില നമ്മുടെ നാടിന്റെ ഉള്ളിൽ അവർ ചില നിയമ ഭേദഗതിയൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ചില നിയമ ഭേദഗതികൾ നടത്തണം എന്ന് പറഞ്ഞ് ഈ ഒരു ബ്ലാക്ക് റോക്ക് സംഘടന ഇൻഫ്ലുവൻസ് ചെയ്ത് IMF ത്രൂ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നടപ്പിലാക്കിയപ്പോഴത്തേക്കും ഉക്രൈന്റെ ആ ഒരു നിയമം മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. ഏത് നിയമമാണ്? അതായത് ഈ ഫോറിനിലുള്ള ആൾക്കാർക്ക് വന്ന് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റാൻ പറഞ്ഞു. ഏതാണ്ട് 100 മില്യണിൽ താഴെ കടം മേടിച്ചുകൊണ്ടിരുന്ന ഉക്രൈനെ കടബാധ്യത ഏതാണ്ട് 11.5 ബില്യൺ ആയിട്ട് ഉയർത്തിക്കൊണ്ട് ഉക്രൈന്റെ നിയമം മാറ്റി എഴുതാൻ ബാധ്യസ്ഥനായി സെലൻസ്കി. അങ്ങനെ സെലൻസ്കി ഉക്രൈന്റെ നിയമം പൊളിച്ചെഴുതി. അതായത് ഫോറിനിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇവിടെ സ്ഥലം മേടിക്കാം, പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യാം എന്നുള്ള നിയമമായിട്ട് മാറ്റി കൊണ്ടുവരികയും അത് ഇപ്പം ഏതാണ്ട് 60% ഉക്രൈന്റെ കൃഷിഭൂമി ബ്ലാക്ക് റോക്ക് സംഘടനയുടെ കീഴിലുണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ പറയപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ കാര്യം. അപ്പൊ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും കളികളും എല്ലാം ഈ ഒരു കമ്പനി ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിവിഡൻഡുകളും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മണി ഗ്രോത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ കൃഷി ചെയ്യുന്ന ഓരോരുത്തരും ബ്ലാക്ക് റോക്ക് സംഘടനയ്ക്ക് ഒരു ചെറിയ വിഹിതം കൊടുക്കുകയാണെന്നാണ് അതിന്റെ ഒരു അർത്ഥം. കൃഷി ചെയ്ത് ഇവർ കയറ്റുമതി ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകളിൽ കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളിലെല്ലാം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് റോക്ക് സംഘടനയുടെ സ്ഥലങ്ങളാണല്ലോ അവിടെ ഉള്ളത്. യൂറോപ്പിൽ നിന്നും ഒരു ഹ്യൂജ് ഇൻകം ഈ ബ്ലാക്ക് റോക്ക് സംഘടന പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇതൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇതുപോലെ തന്നെ ഒരുപാട് പ്രവൃത്തികൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ പല പ്രവൃത്തികൾ ഈ ഒരു കമ്പനി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവരൊരു ഷാഡോ ക്യാബിനറ്റ് റൺ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 80% യെസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർ US ഫെഡറൽ ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ ടെൻഡർ വിളിച്ച് ക്ഷണിക്കുകയുണ്ടായി. അതായത് ഫെഡറൽ ഗവൺമെന്റിന് ഇൻവെസ്റ്റ്മെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, ഒരു പദ്ധതി US ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് ഈ ബ്ലാക്ക് റോക്ക് സംഘടനയാണ് ഈ ഒരു ജോലി ഏൽപ്പിച്ചത്. അപ്പൊ ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും നിന്നും ഇതിനെ എതിർത്തുകൊണ്ട് പല ആൾക്കാരും പല അതർ കമ്പനികളും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് റോക്ക് സംഘടന പറഞ്ഞത് ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മറ്റുള്ളവർ പറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഫെഡറൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് അതിൽ സുതാര്യമായിട്ട് ചെയ്യത്തില്ല. ഇവരുടെ തന്നെ കമ്പനികളിൽ കൊണ്ടായിരിക്കും ഇവർ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസമില്ല. ഇത് ഗവൺമെന്റ് തന്നെ നേരിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗവൺമെന്റിന് അതിനുള്ള എക്സ്പേർട്ടുകളില്ല. ഇത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്തേ പറ്റൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ബ്ലാക്ക് റോക്കിനെ തന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ ബ്ലാക്ക് റോക്കിനെ തന്നെ ഏൽപ്പിച്ചപ്പോഴത്തേക്കും ജനങ്ങൾ എന്താണോ സംശയിച്ചത്, എന്താണോ മറ്റുള്ള കമ്പനികളൊക്കെ ആശങ്കപ്പെട്ടത്, അത് തന്നെ വീണ്ടും സംഭവിച്ചു. അതായത് ഈ ബ്ലാക്ക് റോക്ക് സംഘടന ഏതാണ്ട് അതിന്റെ 70% ഈ ഒരു കമ്പനി ബ്ലാക്ക് റോക്ക് കമ്പനികൾ എവിടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ആ സെയിം കമ്പനികളിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതായത് ഫെഡറൽ ഗവൺമെന്റിന്റെ പൈസ മൊത്തത്തിൽ ഇവർ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ഇവരുടെ കമ്പനിയുടെ പേരിൽ. വീണ്ടും ഈ കമ്പനി മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഈ ഫെഡറൽ ഗവൺമെന്റിനെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത്? അപ്പൊ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതില് റിപ്പബ്ലിക്കൻ ആയിക്കോട്ടെ ഡെമോക്രാറ്റിക് ആയിക്കോട്ടെ, അമേരിക്കയിൽ 2 പാർട്ടികളാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 2 പാർട്ടികളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചില സ്പെസിഫിക് കാൻഡിഡേറ്റ്സിനെ ഇവർ വെച്ചിട്ടുണ്ട്. അതാത് സമുദായങ്ങളിൽപ്പെട്ട, അതാത് ഏരിയകളിൽപ്പെട്ട, അതാത് ക്രൈറ്റീരിയകളിൽപ്പെട്ട ആൾക്കാരെ ഇവർ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ഓരോ ഇലക്ഷനിലും മിനിമം 3 മുതൽ 6 കാൻഡിഡേറ്റിനെ ഇവർ മത്സരിപ്പിക്കുമെന്ന് മാത്രമല്ല ഇവര് ഹ്യൂജ് എമൗണ്ട് അതിന്റെ പുറകിൽ മുടക്കി ഇവരെ വിജയിപ്പിച്ച് ഇവരെ US ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമാക്കും. അങ്ങനെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് ഇവർക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇവർ US ഫിനാൻഷ്യൽ സെക്ടറുകളിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇവർ കൃത്യമായിട്ട് നിയമിക്കും. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക്
വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് ഈ ബ്ലാക്ക് റോക്ക് സംഘടന കൃത്യമായിട്ട് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് റോക്ക് സംഘടനയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രോത്ത് ആണ്. അവർക്ക് എത്രയും വലിയ, അതായത് ഈ ബ്ലാക്ക് റോക്ക് സംഘടന എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് വെച്ചാൽ പൈസ ഇട്ടുള്ള കളിയാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ മാർഗങ്ങളൊന്നുമില്ല, പൈസ ഇട്ടുള്ള കളി. അപ്പൊ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം. ഈ ബറാക് ഒബാമ, US പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് ബറാക് ഒബാമ. ഇയാൾ ആദ്യത്തെ ട്രഷറി സെക്രട്ടറിയാണ്. ആദ്യത്തെ ട്രഷറി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ബറാക് ഒബാമയ്ക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ബ്ലാക്ക് റോക്ക് എന്ന സംഘടന. ഇനി ഇതേ പൊസിഷനിൽ വേറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇരുന്നിട്ടുണ്ട്. ഹിലറി ക്ലിന്റൺ ഒരു ഇതേപോലെ ഒരു ട്രഷറി സെക്രട്ടറി ആയിട്ട് ഇത് ബ്ലാക്ക് റോക്ക് സംഘടനയിൽ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോഴും അവരൊക്കെ നിർണായക പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു ഷാഡോ ക്യാബിനറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഷാഡോ ക്യാബിനറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാണ്, അവർ ചെയ്യുക തന്നെ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലായല്ലോ, ഈ ബ്ലാക്ക് റോക്ക് സംഘടന എന്ന് പറഞ്ഞാൽ ഇതൊരു പണക്കൂമ്പാരമാണ്. ഈ പണക്കൂമ്പാരം കൊണ്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്ലോബലി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധിവരെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ ഏതൊക്കെ, ഇപ്പൊ ഗൂഗിളിൽ ഇവർ ഫോർ എക്സാമ്പിൾ ഇവർ എങ്ങനെയാണ്, ഏത് ലെവൽ വരെയാണ് ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ പറയാം. ഫെഡറൽ ഗവൺമെന്റിന് പല രീതിയിലുള്ള ചില പ്രോജക്റ്റുകൾ ഇതൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിലും ഒരു പരിധി വരെ ഇവർക്ക് ബാക്കിയുള്ള ഒരു വേൾഡ് ഓർഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൽ ഇവർ ഒരു മേജർ ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഇവര് ബോർഡ് മീറ്റിംഗിന് പോകും. അവിടെ ബ്ലാക്ക് റോക്കിന്റെ റെപ്രസെന്റേറ്റീവ് അവിടെ വരും, ഇവര് ബോർഡ് മീറ്റിംഗിൽ അവിടെ ഇരിക്കും. അപ്പൊ ഇവർ ബ്ലാക്ക് റോക്ക് മാത്രമല്ല ഗൂഗിളിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത്, പല ഇൻവെസ്റ്റേഴ്സും അവിടെ വരുമായിരിക്കും, പല ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും അവിടെ വരിക. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ തീരുമാനം മാത്രമല്ല അവിടെ അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ പൂർണ്ണമായിട്ടും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പൂർണ്ണമായിട്ടും ഈ ബ്ലാക്ക് റോക്കിന് ഈ ലോകത്തിനെ മാറ്റിമറിച്ച് കളയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. 5 മുതൽ 10% സാധ്യത എന്തായാലും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു സാധ്യത. ഈ ഒരു മാക്സിമം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 100% അല്ല. ഇവരുടെ ഒരു വേൾഡ് ഓർഡറിൽ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 10% പോസിബിൾ ആണ്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. കാരണം നിർണായകമായ പല കമ്പനികളിലും ഇവരുടെ റോൾ ഉണ്ട്. ആ ബോർഡ് മീറ്റിംഗിൽ ഇവർ ഒരു നിർണായക ഡിസിഷൻ മേക്കേഴ്സ് ആണ് പല ഗ്ലോബൽ ഫോറംസിലും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് റോക്ക് ഇത്ര ശക്തമായ ഒരു സംഘടനയായിട്ട് നിലകൊള്ളുന്നത്. അപ്പം ഈ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് റോക്ക് സംഘടന എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും പല രാജ്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൈസ കൊണ്ടുള്ള മണി പവർ യൂസ് ചെയ്ത് പല കാര്യങ്ങളും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന തന്നെയാണ് ബ്ലാക്ക് റോക്ക്. അപ്പൊ ഇതുകൊണ്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കുറച്ചുകൂടെ കൂടുതൽ ഡിസ്കഷൻസിന് നമുക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. അപ്പൊ അതായത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.